ഹായ്. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്ക് വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരേത്തും സ്നേഹകരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരേത്തും സ്നേഹകരം. മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും ക്രൂശിൻ സ്നേഹം. ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മുടെ ഓരോ മനുഷ്യരുടെ ഇടയിലും അത് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നന്മയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിന്മയായിരിക്കും കിട്ടുക. കാരണം ഇപ്പോൾ നമുക്ക് ഉയർച്ചയാണെങ്കിൽ അടുത്ത ആ കോയിൻ്റെ അടുത്ത സൈഡ് നമുക്ക് ചിലപ്പം താഴ്ചയായിരിക്കും കിട്ടുക. കാരണം ഇങ്ങനെ ഒരു കോയിൻ്റെ സൈഡ് പോലെ ഹെഡ് ആൻഡ് ടെയിലായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നും മാറിയും സന്തോഷം വന്നും മാറിയുള്ള നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മളെ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ച് മാറോടണച്ച് സ്നേഹിക്കുന്ന ഒരുവൻ അത് യേശു കർത്താവ് മാത്രമാണ്. കാരണം അതെൻ്റെ അനുഭവമാണ്. എല്ലാവരും തള്ളിക്കളഞ്ഞു, എല്ലാവരും തള്ളിക്കളഞ്ഞു, എല്ലാവരും തള്ളിക്കളഞ്ഞു. ദൈവവും സ്വർഗസ്നായ പിതാവ് എൻ്റെ ഡാഡി തന്ന കുറച്ച് ആൾക്കാരും അല്ലാതെ. കാരണം ഞാൻ എൻ്റെ അനുഭവം പറയാം. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അറിഞ്ഞതുപോലെ വളരെയധികം പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോഴെല്ലാം എൻ്റെ ചുറ്റും ശത്രുക്കളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഈ കുറച്ച് നാളിന് മുമ്പേ ചിലരെന്നെ വിളിച്ചു. അവർ പറഞ്ഞത് അവരുടെ ഗ്രൂപ്പിൽ സഹിതയിട്ട്, അവരുടെ ചർച്ചിൽ സഹിതയിട്ട് എനിക്ക് വേണ്ടി കൈകോർത്ത് പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ചില ആൾക്കാർ എന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നു. അതൊക്കെ അറിഞ്ഞപ്പോൾ ഇപ്പോഴും കുറച്ച് മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. കാരണം അവരൊക്കെ ഓടി വന്നു. കാണാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും അവരെല്ലാം ഓടി വന്നു.
അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ അത് ദൈവം തന്നവർ മാത്രമാണ്. അപ്പം നമ്മുടെ ഈ ജീവിതഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. ഒരിക്കലും തളർന്നു പോകരുത്. നമുക്ക് വേദനയുണ്ടാകും, നമ്മൾ കരയും, നമുക്ക് പണമില്ലാതെ വരും. എൻ്റെ അവസ്ഥ ഞങ്ങൾ കണ്ടേല്ലേ. കൊടുത്ത് ശീലിച്ചിട്ടുള്ള ഞാൻ അവസാനം എല്ലാവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നു. അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. ദൈവം അനുവദിക്കാത്ത ഒന്നും, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും ദൈവം നമുക്ക് തരില്ല. അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. കാരണം അതിനെല്ലാം ഓവർകം ഒരു എന്താ പറയുക, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എനിക്ക് തന്നു. അത് ഓവർകം ചെയ്ത് ഞാനിപ്പോൾ വീണ്ടും ഓഫീസ് തുറന്ന് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനീ പറയാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കാൻ പാടില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ കരയാൻ, ദൈവമേ എനിക്കിത് വേണം, എനിക്ക് വയ്യ, ഇതെല്ലാം നമുക്ക് നമ്മുടെ അപ്പനോട് പറയാം. പക്ഷേ ഇനി ചിലർ പറയും, ഭയങ്കര വിശ്വാസികളാണ് പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞാൽ ആരുമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടിയില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഓഫീസിൽ വന്നു, ഞാൻ 1-ാം തീയതി ഓഫീസ് പറഞ്ഞു. ഇന്നലെ എനിക്ക് കിട്ടിയത് വെറും 20 രൂപ, 2.0. ഇന്ന് ഒരു ആൾ പോലും വന്നില്ല. കാരണം കുറേ നാളായിട്ട് ഇത് അടച്ചിട്ടേക്കുമായിരുന്നു. എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ശരിയാ. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞത് മരണത്തെക്കാളും ഭയാനകമാണ്. കാരണം അത് ഭയങ്കര, കാരണം അങ്ങനെയുള്ള സഹോദരങ്ങൾ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ചുറ്റും കിടപ്പുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ, കുറച്ചു മുമ്പ് ഞാൻ നെറ്റിലൊരു കാര്യം കണ്ട് ഞാൻ കരഞ്ഞു. കാരണം കുറേ ഭിക്ഷക്കാർ, അവർ ഭിക്ഷ എടുക്കുന്നവർ, സഹോദരിമാർ, കുറേ ആൾക്കാർ, സ്ത്രീകൾ ഹോട്ടലിനകത്ത് നിന്ന് കയറിയിട്ട് അവർ ഓരോരുത്തർ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കും, പക്ഷെ എന്നെക്കൊണ്ട് ഇപ്പം നിവൃത്തിയില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പറ്റിയില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആരുമില്ല. പണക്കാർക്കും ഉണ്ട് വിഷമം, അവർക്കില്ലേ രോഗം, പ്രശ്നങ്ങളില്ലേ, പൈസയുടെ വിഷയങ്ങളില്ലേ, ഒന്നുമല്ല. അത്രയും പൈസ ഉള്ളതുകൊണ്ട് ശത്രുക്കൾ കൊല്ലുകയോ അവരെ അടിച്ചു മാറ്റുന്നുള്ള പേടിയില്ലേ. അവർ മനസ്സമാധാനത്തോടെയല്ല പലരും കിടന്നുറങ്ങുന്നത്. കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ വേലക്കാരെ പോലെ അവർക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിനൊക്കെ എത്രയോ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്, ദൈവത്തിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠം, അതിൽ കൂടുതൽ ഒന്നുമില്ല. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മധ്യം മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങളിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലെല്ലാം നമ്മൾ ദൈവത്തെ അതുപോലെ സ്നേഹിക്കുകയും പിൻപറ്റിയാൽ എപ്പോഴും ഇതിനകത്ത് എഴുതിയേക്കുന്ന ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ കൂടുതൽ പേരും 99% പേരും ആ ഒരു ടൈറ്റിൽ മാത്രമാണ് നോക്കുന്നത്, ഓപ്ഷൻ മാത്രമാണ് നോക്കുന്നത്. ജീവിത ക്ലേശത്തിന് മധ്യ ദൈവം സഹായിക്കണം. അങ്ങനെ മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിലെ ഓരോ മൊമെൻറ്റിലും ഓരോ നിമിഷങ്ങളിലും ദൈവത്തോടൊപ്പം തന്നെ ഇരിക്കുക. ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠമായ സ്നേഹം, അതിൻ്റെ ആഴം, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറയാൻ എനിക്കറിയില്ല. കാരണം എത്രയോ മരണങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് വിട്ടുവെച്ച് എനിക്ക് വേണ്ടുന്ന പെർഫെക്റ്റ് ടൈമിൽ, ഇതിൽ വാടക അടയ്ക്കണം, പൈസ ഒത്തിരി വേണം, പക്ഷെ ആ പെർഫെക്റ്റ് ടൈമിൽ ദൈവം അത് സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ല, ദൈവത്തിൻ്റെ സമയത്ത് എനിക്ക് അതിന് തന്നെ 80,000 വേണം ഈ ലൈസൻസ് എല്ലാം കൂടെ പുതുക്കിയെടുക്കാൻ. എൻ്റെ അന്നെങ്കിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, 10,000 1,000 ഇത്രയൊക്കെ എല്ലാം കൂടെ കൂട്ടി വെച്ചിരിപ്പുണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് വിശ്വാസം എൻ്റെ ഡാഡി സ്വർഗസ്ന പിതാവാണ് എന്നെ ഇത്രത്തോളം നടത്തുന്നത്. എന്നിൽ കൂടി യേശുവിൻ്റെ നാമം ഉയരാൻ വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചേക്കാം. എന്നെ ആർക്കും തൊടാൻ പറ്റില്ല, തൊട്ടാൽ ശിക്ഷ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഐ ആം സോ ഹാപ്പി എവറി ടൈം. കാരണം ഞാൻ എത്ര കരഞ്ഞുകൊണ്ടിരുന്നാൽ പോലും ഞാൻ സ്വർഗീയമായ കാര്യത്തിൽ എൻ്റെ ഡാഡിയോടുമായിട്ടുള്ള
ആ ബന്ധത്തിന് ഞാൻ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. അതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ, ഭയം വേണ്ട നിന്നോടു കൂടെ. കാരണം നമ്മളങ്ങനെ തളർന്നിടുമ്പോൾ ഇവിടെ പറയുന്നത് ഭയം വേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നിരിച്ച് ദൈവസ്നേഹം, ദൈവത്തിൻ സ്നേഹം അമേസിങ്, യുണീക്ക്, നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അമേസിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിഡ്ഢിയായോണ്ടാന്ന് ചിന്തിച്ചേക്ക്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ശ്രേഷ്ഠതയും വർണ്ണിപ്പാൻ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ നാവിലൊരു വാക്കും വരില്ല, നമ്മുടെ ചിന്തയിലൊരു ചിന്തയും വരില്ല, നമ്മുടെ ഹൃദയത്തിലൊന്നും തോന്നത്തുമില്ല, തോന്നാനില്ല, പറ്റത്തില്ല. അതുപോലെ ആഴത്തിലും പരപ്പിലും കിടക്കുന്ന വിശാലമായി നമുക്ക് എൻലെസ് ആയിട്ടുള്ള, കാരണം അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള യേശുവിൻ്റെ സ്നേഹം, സ്വർഗത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ഏഞ്ചൽസ് നമുക്ക് തന്നിരിക്കുന്ന ഏഞ്ചൽസിൻ്റെ സ്നേഹം, എല്ലാം ഈ യൂണിവേഴ്സ്, കോസ്മിക് എനർജീസ് എല്ലാം, സ്വർഗം മുഴുവനും, ഓൾ ദി ഹെവൻ എല്ലാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കത് എത്ര പറഞ്ഞാലും മതിയാകില്ല. എൻ്റെ ഡാഡിയുടെ പൊന്നുമോളായിട്ട് ജീവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, റിജക്റ്റഡായി. ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവർ പോലും തള്ളിപ്പറയുന്നൊരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. പക്ഷേ എന്നെ തള്ളിക്കളയാത്ത സ്വർഗം എൻ്റെ ഡാഡി, എൻ്റെ ഡാഡിയുടെ എന്താ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഡാഡിക്ക് വേണ്ടി ജീവിക്കാൻ തന്നെ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കും. ഡാഡിയുടെ സമയത്ത് ദൈവം എന്നെ ഉപയോഗിക്കട്ടെ, അതിനുവേണ്ടി എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒന്നും കൂടെ പറയും, ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം, ജീവിത ക്ലേശ ഭാരങ്ങൾ മതി. എൻചാരല്ല നിൻചാരെന്നും പറയാം, എൻചാര അവനോൻ പറയുമ്പോൾ എൻചാരെ ഏത്തും സ്നേഹകരം. ഒന്നും കൂടെ ഞാൻ പറയാം, ജീവിതക്ലേശ ഭാരങ്ങളിൽ മാത്രമല്ല എനിക്കിത് എൻ്റെ ഡാഡി കൂട്ടുള്ളത്, എല്ലായ്പ്പോഴും 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 എൻ്റെ ഡാഡിയാണ് എനിക്ക് വലുത്. സ്വർഗസ്നായ പിതാവ് എൻ്റെ ഡാഡി. എനിക്ക് അപ്പനും അമ്മയും സഹോദരനും ഒക്കെയായി എൻ്റെ ഡാഡിയാണ് എനിക്കുള്ളത്. ആ ഡാഡിയുടെ മോളായിട്ട് പൊന്നുമോളായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം തന്നതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് ഭയങ്കര മനുഷ്യരുടെ മുമ്പിൽ ഞാൻ അനാഥെ പോലെ നടന്നാലും ഞാൻ ഈ ലോകത്ത് വെച്ച് എല്ലാവരെക്കാളും ഭാഗ്യമുള്ള ലക്കി എന്ന് ഞാൻ പറയും. ആ ഒരു സ്നേഹം നിങ്ങളെ ഏവരെയും നിലനിർത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നിങ്ങളെ ബലപ്പെടുത്തി, നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ കരുതുകയും ചെയ്യട്ടെ എന്ന് ഹൃദയത്തിന് ആഴങ്ങളിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കുക, പിറുപിറുക്കരുത്, സ്നേഹിക്കുക. ഏത് കഷ്ടത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ ആ ദൈവത്തെ, യേശു കർത്താവിനെ ആരാധിക്കുക, യേശു കർത്താവിനെ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സുരക്ഷിതമായി കാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്. ടാറ്റ, ബൈ ബൈ. ലവ് യു ഓൾ ഇൻ ജീസസ് നെയിം. താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലുണ്ട്, ഭാഗ്യലക്ഷ്മി ആർ കുറുപ്പ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ
നമ്മളെ ദൈവം കാക്കുന്നത് അറിയിക്കുന്നത് ലോകം മുഴുവനും കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന ജീവിതത്തിൽ താണുപോയ ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനത് ഉപയോഗിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതം യേശു കർത്താവ് ധന്യമായി. താങ്ക് യു. ബൈ.